ഞാൻ അങ്ങനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു 1500 ഗോസിപ്പുകള്, 1500 ന്യൂസുകള്, കുറെ ആൾക്കാർ വന്നിട്ട് എനിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഈവൻ എന്റെ പാർട്ട്ണർ വരെ വന്നിട്ട്, മുൻ പാർട്ട്ണർ വരെ വന്നിട്ട് എനിക്കെതിരെ, എന്റെ ആദ്യത്തെ വിവാഹത്തിൽ എനിക്കെതിരെ പറഞ്ഞു. എനിക്ക് അതിന് ഓപ്പോസിറ്റ് ഒക്കെ പറയാൻ എന്റെ കയ്യിൽ ഈവൻ എന്നെ പറ്റി പറയുന്ന ആൾക്കാർക്കെതിരെ പറയാൻ തെളിവുകളും സാമഗ്രികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും മീഡിയയിൽ വന്നിരുന്ന് പറയാൻ എന്തിനാന്നൊരു ഒരു 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 ഇതുള്ളതുകൊണ്ട് ഞാൻ വരില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് പോയാലും, ഇന്ന് എനിക്ക് സമൂഹത്തിനോടാണെങ്കിലും നിയമപരമായിട്ടുള്ള അവരോട് പറയേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണന എന്ന് പറയും. എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എവിടെയും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും തെളിവുകൾക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പം ഞാനും താനും ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം, ഇയാള് വന്നിട്ട് എന്നെ ഒരു തല്ല് തല്ലിയാൽ ഞാൻ ഇപ്പൊ ഫോൺ, എനിക്ക് ക്യാമറ എപ്പോഴും ഓണാക്കി വെക്കാൻ പറ്റും. ഇപ്പം കൂടുതൽ ആൾക്കാർ പറയും എന്ത് വന്നാലും ആൾക്കാർ ഇപ്പൊ ഫോൺ എടുത്തിട്ട് അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. എന്തിനാന്ന് പറയും. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചോ, ഇപ്പം എനിക്ക് എന്റെ അടുത്ത് ഒരാൾ റോങ് ആയിട്ട് എന്റെ ഫോണിൽ ഞാൻ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ ചെയ്യും. കാരണം എപ്പോഴാണ് ഒരാൾ നമ്മളടുത്ത് റോങ് ആയിട്ട് സംസാരിക്കുന്നത്, എപ്പോഴാണ് അത് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.